ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഊട്ടിയിലേക്ക് യാത്ര പോയത്. ഇത്തവണ സോളോ ആയിരുന്നു. ഒരു ലക്ഷ്യവും ഇല്ലാത്ത യാത്ര ആയതുകൊണ്ട് ആരെയും വിളിക്കാതിരുന്നത്. എല്ലാവരും പോകുന്ന റൂട്ടിൽ നിന്നും മാറി ഇതുവരെ കാണാത്തതും പോകാത്തതുമായ വഴിയിലൂടെയാണ് ഇത്തവണ ഊട്ടി ട്രിപ്പ്. അതുകൊണ്ട് തന്നെ മെയിൻ ഹൈലൈറ്റ് ആയുള്ള ടോയ് ട്രെയിനിൻ്റെ മുന്നിലാണ് ചെന്നെത്തിയത് കേട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ഈ ഒരു ട്രെയിൻ കടന്നു വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ സോളോ ആയിരുന്നെങ്കിലും എൻ്റെ ഹിമൂട്ടൻ ഫുൾ ലോഡഡായിരുന്നു. റോയൽ എൻഫീൽഡിൽ നിന്നും കിട്ടിയ ടോപ്പ് ബോക്സും പാനിയേഴ്സും സൈഡ് ബാഗും പിന്നെ ഒക്കാമി വോൾഫിൻ്റെ വാട്ടർ പ്രൂഫ് ടാങ്ക് ബാഗും എല്ലാം കുത്തി നിറച്ചാണ് ഊട്ടിക്ക് വന്നത്. താഴ്വരകളുടെ നാടാണ് ഊട്ടി. ഊട്ടിയിലെ പണ്ടത്തെ ഒരു സിനിമ തിയേറ്ററാണ് കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ റൂമിലിരിക്കാതെ നടക്കാൻ പോയ കൂട്ടത്തിൽ കുറച്ച് ഷോപ്പിങ്ങും ഊട്ടിയിലെ ബർക്കിയും വൈകുന്നേരത്തെ ചായയും കുടിച്ച് നേരെ റൂമിലേക്ക്. പിറ്റേന്ന് എണീറ്റ് നോക്കുമ്പോൾ ചെറിയ മഴയെല്ലാം കഴിഞ്ഞ് തണുത്ത ക്ലൈമറ്റ് ആസ്വദിക്കാൻ നേരെ റോഡിലേക്ക് ഇറങ്ങി. കൂണൂർ സൈഡിൽ നിന്നും ഊട്ടിയിലേക്ക് വരുമ്പോൾ കാണുന്ന ഈ ഒരു ചെറിയ ഹോട്ടലിൽ നിന്നും നല്ല ചൂട് പൂരി മസാലയും ചായയും കുടിച്ചപ്പോൾ കിട്ടിയ സുഖം. നിലമ്പൂർ സ്വദേശിയുടെ കടയായതുകൊണ്ട് തന്നെ കയറിയതാണ്. നല്ല രുചിയുള്ള ഭക്ഷണമാണ്. ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. NNS ഹോട്ടൽ എന്നാണ് കടയുടെ പേര്. ഇതിൻ്റെ തന്നെ ബാക്ക് സൈഡിലുള്ള ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിച്ചത്. 4 BHKയുടെ 2 അപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സിനും ഗ്രൂപ്പിനും പറ്റിയ സ്റ്റേ ആണിത്. തികച്ചും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മലയാളിയുടെ സ്റ്റേയും കൂടിയാണിത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡീറ്റെയിൽസ് അറിയുവാൻ എനിക്ക് DM ചെയ്താൽ മതി. കൂടാതെ ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്യാൻ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട.